ഓം ശാന്തി 17-1-2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഈ ഭാരതം സ്വർഗമായിരുന്നപ്പോൾ നിങ്ങൾ നല്ല പ്രകാശത്തിലായിരുന്നു. ഇപ്പോൾ അന്ധകാരമാണ്. വീണ്ടും പ്രകാശത്തിലേക്ക് വരൂ. ചോദ്യം: ബാബ തന്റെ കുട്ടികൾക്ക് ഏത് കഥ കേൾപ്പിക്കാനാണ് വന്നിരിക്കുന്നത്? ഉത്തരം: ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങളെ 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യ ജന്മത്തിലായിരുന്നപ്പോൾ ഒരേ ഒരു ദൈവിക ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നിങ്ങൾ തന്നെയാണ് 2 യുഗങ്ങൾക്ക് ശേഷം വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്, ഭക്തി തുടങ്ങിയത്. ഇത് നിങ്ങളുടെ അവസാനത്തെയും അവസാന ജന്മമാണ്. നിങ്ങളാണ് വിളിച്ചത്, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന ബാബ വരൂ എന്ന്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. ഗീതം: ഇന്ന് അന്ധകാരത്തിലാണ് മനുഷ്യൻ. ഓം ശാന്തി. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പോൾ ഇത് കലിയുഗി ലോകമാണെന്ന്. എല്ലാവരും അന്ധകാരത്തിലാണ്. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ പ്രകാശത്തിലായിരുന്നു. സ്വയം ഹിന്ദു എന്ന് പറയുന്ന ഭാരതവാസികൾ വാസ്തവത്തിൽ ദേവീ ദേവതകളായിരുന്നു. ഭാരതത്തിൽ സ്വർഗവാസികളായിരുന്നപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വർഗം, വൈകുണ്ഠം, ബഹിഷ്ത്, ഹെവൻ, ഇതെല്ലാം ഈ ഭാരതത്തിന്റെ പേരായിരുന്നു. ഭാരതം പുരാതനവും പവിത്രവും ധനവാനുമായിരുന്നു. ഇപ്പോൾ കലിയുഗമായതിനാൽ ഭാരതം ദരിദ്രമായി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മൾ അന്ധകാരത്തിലാണെന്ന്. സ്വർഗത്തിലായിരുന്നപ്പോൾ പ്രകാശമുണ്ടായിരുന്നു. സ്വർഗത്തിലെ രാജരാജേശ്വരനും രാജരാജേശ്വരിയും ശ്രീ ലക്ഷ്മി നാരായണനുമായിരുന്നു. അതിനെ സുഖധാമം എന്നാണ് പറയുന്നത്. ബാബയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ സ്വർഗത്തിലെ സമ്പത്ത് എടുക്കേണ്ടത്. അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. പ്രത്യേകിച്ച് ഭാരതവും മുഴുവൻ ലോകവും രാവണന്റെ ജയിലിലാണ്, ശോകവാട്ടികയിലാണ്. രാവണൻ ലങ്കയിലാണ്. രാമൻ ഭാരതത്തിലായിരുന്നു. രാവണൻ വന്ന് സീതയെ മോഷ്ടിച്ചു, അങ്ങനെയല്ല. ഗീതയാണ് മുഖ്യം. സർവശാസ്ത്രമയി ശിരോമണി എന്ന ശ്രീമതം അർത്ഥം ഭഗവാൻ വന്ന് ഭാരതത്തിൽ പാടിയിട്ടുള്ളത്. മനുഷ്യർക്ക് ആരുടെയും സദ്ഗതി ചെയ്യാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ ജീവൻ മുക്തരായ ദേവീ ദേവതകളായിരുന്നു. അവർ ഈ സമ്പത്ത് കലിയുഗത്തിലെ അവസാനമാണ് പ്രാപ്തമാക്കിയത്. ഭാരതവാസികൾക്ക് ഇതറിയില്ല, ഒരു ശാസ്ത്രങ്ങളിലും ഇല്ല. ശാസ്ത്രങ്ങളിൽ ഉള്ളത് ഭക്തി മാർഗത്തിലെ ജ്ഞാനമാണ്. സദ്ഗതി മാർഗത്തിന്റെ ജ്ഞാനം മനുഷ്യരിൽ അല്പം പോലും ഇല്ല. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ജ്ഞാനത്തിന്റെ പ്രാലബ്ധമാണ്. അവിടെയും ഈ ജ്ഞാനമുണ്ടാകില്ല. സംഗമയുഗത്തിൽ ഭാരതത്തിന് ബാബയിൽ നിന്ന് ലഭിച്ച സമ്പത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതവാസികൾ തികച്ചും പരിധിയില്ലാത്ത നരകവാസികളും ദുഃഖികളുമായി മാറുമ്പോഴാണ് വിളിക്കുന്നത്, അല്ലയോ പതീത പാവന, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന ബാബ എന്ന്. ആരുടെ? എല്ലാവരുടെയും. എന്തുകൊണ്ടെന്നാൽ പ്രത്യേകിച്ച് ഭാരതത്തിലും മുഴുവൻ ലോകത്തിലും എല്ലാവരിലും 5 വികാരങ്ങളുണ്ട്. ബാബയാണ് പതീത പാവനൻ. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം കൽപ്പത്തിലെ സംഗമയുഗത്തിലാണ് വരുന്നത്. എല്ലാവരുടെയും സദ്ഗതി ദാതാവായി മാറുന്നു. അഹല്യകളുടെയും വേശ്യകളുടെയും മറ്റുള്ളവരുടെയും ഉദ്ധാരണം എനിക്ക് തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് പതീത ലോകം തന്നെയാണ്.
പാവനമായ ലോകമെന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. ഇവർ സ്വർഗത്തിലെ അധികാരികളായിരുന്നുവെന്ന് ഭാരതവാസികൾക്കറിയില്ല. പതിതമായ രാജ്യമെന്നാൽ അസത്യമായ രാജ്യം, പാവനമായ രാജ്യമെന്നാൽ സത്യമായ രാജ്യം. ഭാരതം പാവനമായ രാജ്യമായിരുന്നു. അവിനാശി രാജ്യമായ ഈ ഭാരതം ഒരിക്കലും വിനാശമാകുന്നില്ല. ഇവരുടെ രാജ്യമുണ്ടായിരുന്നപ്പോൾ, അതായത് ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നപ്പോൾ മറ്റൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാ രാജ്യങ്ങളും പിന്നീടാണ് വരുന്നത്. മനുഷ്യർ കൽപ്പത്തിനെ ലക്ഷക്കണക്കിന് വർഷങ്ങളാണെന്ന് എഴുതിവച്ചിരിക്കുന്നു. ബാബ പറയുന്നു, കൽപ്പത്തിന്റെ ആയുസ് 5000 വർഷത്തിന്റേതാണ്. പിന്നീട് മറ്റുള്ളവർ പറയുന്നു, മനുഷ്യർ 84 ലക്ഷം ജന്മങ്ങൾ എടുക്കുന്നു എന്ന്. മനുഷ്യനെ പട്ടിയും പൂച്ചയും കഴുതയും എല്ലാമാക്കി മാറ്റിയിരിക്കുന്നു. എന്നാൽ പട്ടിയുടെയും പൂച്ചയുടെയും ജന്മം വേറെയാണ്. 84 ലക്ഷം എന്നത് വ്യത്യാസമാണ്. മനുഷ്യരുടേത് ഒരേ വെറൈറ്റിയാണ്. മനുഷ്യർക്ക് തന്നെയാണ് 84 ജന്മങ്ങൾ ഉള്ളത്. ബാബ പറയുന്നു, ഭാരതവാസികൾ ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് തന്റെ ധർമ്മത്തെ മറന്നിരിക്കുകയാണ്. കലിയുഗ അവസാനം തികച്ചും പതീതമായി മാറിയിരിക്കുകയാണ്. പിന്നീട് ബാബ സംഗമയുഗത്തിൽ വന്ന് പാവനമാക്കി മാറ്റുന്നു. ഇതിനെ പറയുന്നത് ദുഃഖധാമം എന്നാണ്. പിന്നീട് ഭാരതം സുഖധാമമായിരിക്കും. ബാബ പറയുന്നു, അല്ലയോ കുട്ടികളെ, നിങ്ങൾ ഭാരതവാസികൾ സ്വർഗവാസികളായിരുന്നു. പിന്നീട് നിങ്ങൾ 84 ജന്മങ്ങളുടെ ഏണിപ്പടി ഇറങ്ങുന്നു. സതോ അവസ്ഥയിൽ നിന്ന് രജോ തമോയിലേക്ക് തീർച്ചയായും വരണം. നിങ്ങൾ ദേവതകളെ പോലെ സദാ ധനവാനും സദാ സന്തോഷമുള്ളവരും സദാ ആരോഗ്യമുള്ളവരും സദാ സമ്പന്നരുമായി മറ്റാരും ഉണ്ടാകുന്നില്ല. ഭാരതം എത്ര ധനവാനായിരുന്നു! വജ്രങ്ങളും വൈഡൂര്യങ്ങളും കല്ലുകൾക്ക് സമാനമായിരുന്നു. 2 യുഗങ്ങൾക്ക് ശേഷം ഭക്തിമാർഗത്തിൽ ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. അതും എത്ര പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്! സോമനാഥ ക്ഷേത്രം വലുതിലും വലുതായിരുന്നു. ഒരു ക്ഷേത്രം മാത്രമായിരിക്കില്ലല്ലോ. ഒരുപാട് രാജാക്കന്മാരുടെയും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. എത്രയാണ് കൊള്ളയടിച്ചുകൊണ്ടു പോയത്! ബാബ നിങ്ങൾ കുട്ടികൾക്ക് സ്മൃതി ഉണർത്തി തരുന്നു. നിങ്ങളെ എത്ര ധനവാനാക്കി മാറ്റിയിരിക്കുന്നു! നിങ്ങൾ മഹാരാജാവിനെയും മഹാറാണിയെയും പോലെ സർവഗുണ സമ്പന്നരും 16 കലാ സമ്പൂർണരുമായിരുന്നു. മഹാരാജാവിനെയും മഹാറാണിയെയും ഭഗവാൻ ഭഗവതി എന്നും പറയാം. എന്നാൽ ബാബ മനസ്സിലാക്കി തന്നു, ഭഗവാൻ ഒന്നാണ്, അച്ഛനാണ്. ഈശ്വരൻ അഥവാ പ്രഭു എന്ന് പറയുന്നതിലൂടെ എല്ലാ ആത്മാക്കളുടെയും പിതാവാണെന്ന് ഓർമ്മ വരികയില്ല. ബാബ ഇരുന്ന് കഥ കേൾപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഒരുപാട് ജന്മങ്ങളുടെയും അവസാനത്തെ ജന്മമാണ്. ഒരാളുടെ കാര്യമല്ല, ഒരു യുദ്ധത്തിന്റെ മൈതാനവുമില്ല. ഭാരതവാസികളുടെ രാജ്യമുണ്ടായിരുന്നത് അവർ മറന്നുപോയിരിക്കുന്നു. സത്യയുഗത്തിന്റെ ആയുസ് വളരെയധികം നീട്ടിക്കാണിച്ചത് കാരണം അതിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയി. ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു, മനുഷ്യനെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. മനുഷ്യർക്ക് ആരുടെയും സദ്ഗതി ചെയ്യാൻ സാധിക്കില്ല. പഴഞ്ചൊല്ലുണ്ടല്ലോ, സർവരുടെയും സദ്ഗതി ദാതാവെന്നും പതീതരെ പാവനമാക്കി മാറ്റുന്ന കർത്തവ്യം ചെയ്യുന്നത് ഒരു ബാബയാണെന്ന്. സത്യമായ രാജ്യത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് സത്യമായ ഒരേ ഒരു ബാബയാണ്. പൂജയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആരുടെ പൂജയാണോ ഭക്തിമാർഗത്തിൽ ചെയ്തു വന്നത്, ആരുടെയും ജീവചരിത്രം അറിയുന്നില്ല.
അതിനാൽ ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ശിവജയന്തി ആഘോഷിക്കാറില്ലേ? ബാബ സ്വർഗസ്ഥനായ പിതാവ്, പരിധിയില്ലാത്ത സുഖദാതാവും പുതിയ ലോകത്തിന്റെ രചയിതാവുമാണ്. സത്യുഗത്തിൽ ഒരുപാട് സുഖമുണ്ടായിരുന്നു. സത്യുഗത്തെ ആര് എങ്ങനെ സ്ഥാപിച്ചു? ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. നരകവാസികളെ വന്ന് സ്വർഗവാസികളാക്കി മാറ്റുക, അല്ലെങ്കിൽ ഭ്രഷ്ടാചാരികളെ വന്ന് ശ്രേഷ്ഠാചാരികളാക്കി മാറ്റുക എന്നത് ബാബയുടെ മാത്രം കർത്തവ്യമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പാവനമാക്കി മാറ്റുന്നു. നിങ്ങൾ സ്വർഗത്തിലെ അധികാരികളായി മാറുന്നു. നിങ്ങളെ ആരാണ് പതീതമാക്കി മാറ്റുന്നത്? ഈ രാവണൻ. മനുഷ്യർ പറയും, ദുഃഖം ഈശ്വരനാണ് നൽകുന്നതെന്ന്. ബാബ പറയുന്നു, ഞാൻ എല്ലാവർക്കും ഇത്രയും സുഖം നൽകുന്നു. പിന്നീട് പകുതി കൽപ്പത്തിലേക്ക് നിങ്ങൾ ബാബയെ ഓർമ്മിക്കുകയില്ല. പിന്നീട് രാവണ രാജ്യമാകുമ്പോൾ എല്ലാവരുടെയും പൂജ ചെയ്യാൻ ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ അന്തിമത്തിലും അന്തിമ ജന്മമാണ്. പറയാറുണ്ട്, ബാബ, ഞങ്ങൾ എത്ര ജന്മങ്ങളാണ് എടുത്തിട്ടുള്ളത്? ബാബ പറയുന്നു, മധുരമായ ഭാരതവാസികളെ, അല്ലയോ ആത്മാക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. കുട്ടികളെ, നിങ്ങളാണ് 84 ജന്മങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ 21 ജന്മത്തേക്ക് വേണ്ടി ബാബയിൽ നിന്ന് സമ്പത്തെടുക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചൊന്നും വരില്ല. നിങ്ങൾ തന്നെയാണ് സത്യുഗത്തിലെ സൂര്യവംശി പദവി വീണ്ടും പ്രാപ്തമാക്കുന്നത്. അർത്ഥം, സത്യമായ ബാബയിൽ നിന്നും ജ്ഞാനം കേൾക്കുന്നതിലൂടെ നരനിൽ നിന്നും സത്യമായ നാരായണനായി മാറുന്നു. ഇത് ജ്ഞാനമാണ്. മറ്റേത് ഭക്തിയാണ്. ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലേക്ക് വേണ്ടിയാണ്. അതൊന്നും ജ്ഞാനമാർഗത്തിലേക്കുള്ളതല്ല. ഇത് ആത്മീയ ജ്ഞാനമാണ്. പരമമായ ആത്മാവിരുന്ന് ജ്ഞാനം നൽകുന്നു. കുട്ടികൾക്ക് ദേഹി അഭിമാനിയായി മാറണം. സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയിച്ച് എന്നെ ഓർമ്മിക്കൂ. ബാബ മനസ്സിലാക്കി തരുന്നു, ആത്മാവിൽ തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത്. അതിനനുസരിച്ചാണ് മനുഷ്യർക്ക് നല്ലതും മോശവുമായ ജന്മം ലഭിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, പാവനമായിരുന്ന ഈ ബ്രഹ്മാവ് അന്തിമ ജന്മത്തിൽ പതീതമാണ്. നിങ്ങളും അങ്ങനെ തന്നെ. അച്ഛനാകുന്ന എനിക്ക് ഈ പഴയ പതീതമായ രാവണന്റെ ലോകത്തേക്ക് വരേണ്ടി വരുന്നു. ആദ്യത്തെ നമ്പറിലേക്ക് വരേണ്ട ശരീരത്തിൽ തന്നെയാണ് വരുന്നത്. സൂര്യവംശികൾ തന്നെയാണ് പൂർണമായും 84 ജന്മങ്ങൾ എടുക്കുന്നത്. ഇതാണ് ബ്രഹ്മാവും ബ്രഹ്മമുഖ വംശാവലികളായ ബ്രാഹ്മണരും. ബാബ ദിവസവും മനസ്സിലാക്കി തരുന്നുണ്ട്, കല്ല് ബുദ്ധിയെ പവിഴ ബുദ്ധികളാക്കി മാറ്റുക എന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലയോ ആത്മാക്കളെ, ഇപ്പോൾ ദേഹി അഭിമാനികളായി മാറൂ. അല്ലയോ ആത്മാക്കളെ, ഒരു ബാബയെ മാത്രം ഓർമ്മിക്കൂ. ഒപ്പം രാജ്യഭാഗ്യവും ഓർമ്മിക്കൂ. ദേഹത്തിന്റെ സംബന്ധങ്ങളെ ഉപേക്ഷിക്കൂ. എല്ലാവർക്കും മരിക്കണം. എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയല്ലാതെ മറ്റാരുമാകാൻ സാധിക്കില്ല. ബാബ പറയുന്നു, അല്ലയോ ഭാരതവാസികളായ കുട്ടികളെ, നിങ്ങളാണ് ആദ്യമാദ്യം എന്നിൽ നിന്ന് വേർപിരിഞ്ഞത്. മഹിമയും പാടാറുണ്ട്, ആത്മാക്കളും പരമാത്മാവും ഒരുപാട് കാലം വേർപിരിഞ്ഞിരുന്നു എന്ന്. ആദ്യമാദ്യം നിങ്ങൾ ഭാരതവാസികളായ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരാണ് വന്നത്. മുഴുവൻ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. ധാരണ ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് പോലും ഇത് വളരെ സഹജമാണ്. ആത്മാക്കളാണ് ധാരണ ചെയ്യുന്നത്. പുണ്യാത്മാവും പാപാത്മാവുമായി മാറാറുണ്ടല്ലോ.
നിങ്ങളുടെ ഇത് 84ാമത്തെ അവസാനത്തെ ജന്മമാണ്. നിങ്ങളെല്ലാവരും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ മന്ത്രം സ്വീകരിക്കുന്നതിന് വേണ്ടി ഗുരുക്കന്മാരുടെ അടുത്ത് പോകാറുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ദേഹധാരികളായ ഗുരുക്കന്മാരുടെ അടുത്തേക്കും പോകേണ്ട ആവശ്യമില്ല. ഞാനാണ് നിങ്ങൾ എല്ലാവരുടെയും അച്ഛനും ടീച്ചറും ഗുരുവും. എന്നെ പറയാറുണ്ട്, അല്ലയോ പതിത പാവന ശിവബാബ എന്ന്. ഇപ്പോഴാണ് സ്മൃതി ഉണരുന്നത്. എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ആത്മാവ് സത്യമാണ്, ചൈതന്യമാണ്. എന്തുകൊണ്ടെന്നാൽ അമരനാണ്. എല്ലാ ആത്മാക്കളിലും പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ബാബ സത്യവും ചൈതന്യവുമാണ്. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമായത് കാരണം പറയുന്നു, ഞാൻ മുഴുവൻ വൃക്ഷത്തിന്റെയും ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. അതുകൊണ്ട് എന്നെ നോളജ്ഫുൾ എന്ന് പറയുന്നു. നിങ്ങൾക്കും മുഴുവൻ ജ്ഞാനവുമുണ്ട്. വിത്തിൽ നിന്ന് എങ്ങനെയാണ് വൃക്ഷമുണ്ടാകുന്നത്? വൃക്ഷം വലുതാകാൻ സമയമെടുക്കുമല്ലോ. ബാബ പറയുന്നു, ഞാൻ ബീജരൂപമാണ്. അവസാനം മുഴുവൻ വൃക്ഷവും ജീർണിച്ച അവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പോൾ നോക്കൂ, ദേവീ ദേവതാ ധർമ്മത്തിന്റെ അടിത്തറയില്ല. പ്രായേണ ലോപിച്ചിരിക്കുകയാണ്. ദേവീ ദേവതാ ധർമ്മം ലോപിച്ചു പോകുമ്പോഴാണ് ബാബയ്ക്ക് വരേണ്ടി വരുന്നത്. ഒരു ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്ത് മറ്റെല്ലാ ധർമ്മത്തെയും വിനാശം ചെയ്യുന്നു. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബാബ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യിപ്പിക്കുകയാണ്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഈ ഡ്രാമയുടെ അവസാനമുണ്ടാകുന്നില്ല. ബാബ വരുന്നത് അവസാനമാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കണമെങ്കിൽ തീർച്ചയായും സംഗമത്തിൽ വരണം. നിങ്ങളുടേത് ഒരച്ഛനാണ്. ആത്മാക്കളെല്ലാവരും സഹോദരന്മാരാണ്. മൂലവതനത്തിൽ വസിക്കുന്നവരാണ്. ഒരു അച്ഛനെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കും. രാവണരാജ്യത്തിൽ ദുഃഖമാണല്ലോ. ഈ ലോകത്തിൽ സ്മരിക്കുന്നു. അതിനാൽ എല്ലാവരുടെയും സദ്ഗതി ദാതാവാകുന്ന ബാബ ഒന്നാണ്. ബാബയ്ക്ക് തന്നെയാണ് മഹിമയുള്ളത്. ബാബ വന്നില്ലെങ്കിൽ ഭാരതത്തെ ആരാണ് സ്വർഗമാക്കി മാറ്റുക? എല്ലാവർക്കും തീർച്ചയായും പുനർജന്മം എടുക്കുക തന്നെ വേണം. ഇപ്പോൾ പുനർജന്മം ലഭിക്കുന്നത് നരകത്തിലാണ്. സ്വർഗത്തിലേക്ക് പോകുന്നു എന്നല്ല. ഹിന്ദുക്കൾ സ്വർഗവാസികളായി എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും നരകത്തിലായിരുന്നല്ലോ. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. സ്വർഗവാസികളായെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നരകത്തിലെ ആസുരീയ വൈഭവങ്ങൾ അവരെ കഴിപ്പിക്കുന്നത്? നോക്കൂ, അവർക്ക് ഇതെല്ലാം കഴിക്കുന്നതിന്റെ ആവശ്യം തന്നെ എന്താണ്? പറയാറുണ്ട്, ഇന്നയാൾ നിർവാണധാമത്തിലേക്ക് പോയി എന്ന്. ബാബ പറയുന്നു, തിരിച്ച് ആർക്കും പോകാൻ സാധിക്കില്ല. ആദ്യ നമ്പറിലുള്ളവർക്ക് തന്നെയാണ് 84 ജന്മം എടുക്കേണ്ടി വരുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഇതിലൊരു ബുദ്ധിമുട്ടുമില്ല. ജ്ഞാന സൂര്യനും ജ്ഞാന ചന്ദ്രനും ജ്ഞാന നക്ഷത്രങ്ങളുമാണ്. അവരുടെ മഹിമയാണ് ഉള്ളത്. മനുഷ്യർ പിന്നീട് സൂര്യദേവതായ നമഃ എന്ന് പറയുന്നു. സൂര്യനെ ദേവതയെന്ന് മനസ്സിലാക്കി വെള്ളം നൽകുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കി തരുന്നു, ഇതെല്ലാം ഭക്തിമാർഗമാണ്. ഇത് വീണ്ടും ആവർത്തിക്കും. ആദ്യമുണ്ടാകുന്നത് ഒരു ശിവബാബയുടെ അവ്യഭിചാരിയായ ഭക്തിയാണ്. പിന്നീട് ദേവതകളുടെ, അതിനുശേഷം ഇറങ്ങി ഇപ്പോൾ നോക്കൂ, 3 വഴികൾ കൂടിയ മുക്കിൽ പോലും മൺവിളക്ക് കത്തിച്ച് എണ്ണയെല്ലാം ഒഴിച്ച് അവരുടെയും പൂജ ചെയ്യുന്നു. തത്വങ്ങളുടെ പൂജ ചെയ്യുന്നു. മനുഷ്യരുടെയും ചിത്രങ്ങളുണ്ടാക്കി പൂജ ചെയ്യുന്നു. ഇത് ഭക്തിമാർഗമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾക്കേ അറിയൂ. ശരി,
വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ആത്മാവിൽ നിന്ന് മോശമായ സംസ്കാരങ്ങൾ കളയുന്നതിനു വേണ്ടി ദേഹി അഭിമാനിയായിരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ഇത് അവസാനത്തെ 84ാമത്തെ ജന്മമാണ്, വാനപ്രസ്ഥാവസ്ഥയാണ്. അതിനാൽ പുണ്യാത്മാവായി മാറാനുള്ള പരിശ്രമം ചെയ്യണം. 2. ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഒരു ബാബയെയും രാജ്യഭാഗ്യത്തെയും ഓർമ്മിക്കണം. വിത്തിന്റെയും വൃക്ഷത്തിന്റെയും ജ്ഞാനം സ്മരിച്ച് സദാ ഹർഷിതമായിരിക്കണം. വരദാനം. ഉപരാമവും എവർ റെഡിയുമായി ബുദ്ധിയിലൂടെ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്ന സകല കലയിലും സമ്പന്നമായി ഭവിക്കട്ടെ. സർക്കസിൽ കലകൾ കാണിക്കുന്ന കലാകാരന്മാരുടെ ഓരോ കർമ്മവും കലയായി മാറുന്നു. ആ കലാകാരന്മാരുടെ ശരീരത്തിന്റെ ഏതൊരു അവയവവും എങ്ങനെ വേണമോ, എവിടെ വേണമോ, എത്ര സമയം വേണമോ മോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് കല. താങ്കൾ കുട്ടികൾക്ക് ബുദ്ധിയെ എപ്പോൾ വേണമോ, എത്ര സമയം, എവിടെ സ്ഥിതി ചെയ്യിപ്പിക്കണമോ അവിടെ സ്ഥിതി ചെയ്യിച്ചോളൂ. ഇതാണ് ഏറ്റവും വലിയ കല. ഈ ഒരു കലയിലൂടെ 16 കലാ സമ്പന്നമായി മാറും. ഇതിനായി ഇങ്ങനെ ഉപരാമവും എവർ റെഡിയുമാകൂ. ആജ്ഞ അനുസരിച്ച് 1 സെക്കൻഡിൽ അശരീരിയായി മാറൂ. യുദ്ധം ചെയ്ത് സമയം കളയാതിരിക്കട്ടെ. സ്ലോഗൻ. സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ സ്നേഹിയും സഹയോഗിയും. അവ്യക്ത സൂചന. ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ആരാണോ പരമാത്മജ്ഞാനി കുട്ടികൾ, അവർക്ക് ജ്ഞാനത്തിന്റെ ഫലമായി മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് സംഗമത്തിൽ തന്നെ പ്രാപ്തമാകുന്നു. ജ്ഞാനം അർത്ഥം വിവേകം. വിവേകി ഓരോ കർമ്മം ചെയ്തുകൊണ്ടും സദാ സ്വയത്തെ ബന്ധനമുക്തം, സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാക്കി വെക്കുന്നതിനുള്ള വിവേകമുണ്ടാകുന്നു. അവരുടെ ഓരോ സങ്കല്പവും വാക്കും കർമ്മവും സംബന്ധ സമ്പർക്കത്തിലും മുക്തി, ജീവൻ മുക്തിയുടെ സ്ഥിതി ഉണ്ടായിരിക്കും. അവരെ വേറിട്ട സ്നേഹി എന്ന് പറയുന്നു. ഓം ശാന്തി.